ആ രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം അവിടെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിരന്തരമായിട്ട് ഇയാൾ ദിവസം വന്നിട്ട് രാവണൻ ഇങ്ങനെ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് രാവണന്റെ മന്ത്രിക്ക് വലിയൊരു അസ്വസ്ഥത, അയാൾക്ക് കഷ്ടമായിട്ട് തോന്നാം. എൻ്റെ പ്രഭു ഒരു സ്ത്രീയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കുന്നതൊക്കെ കാണുമ്പോൾ അയാൾക്ക് വലിയ വിഷമമായിട്ട് തോന്നുന്നു. അപ്പം മന്ത്രി അദ്ദേഹത്തിനോട് പറയുന്നു, അല്ല പ്രഭു, അങ്ങ് എന്തിനാണ് കേവലം ഒരു സ്ത്രീയുടെ മുന്നിൽ ഇങ്ങനെ യാചിക്കുന്നത്? അങ്ങേക്ക് മായ എന്ന ശക്തി ഉണ്ടല്ലോ, മായയെ എടുക്കാനുള്ള ശക്തി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ശ്രീരാമന്റെ രൂപം ധരിച്ച് അവരുടെ മുന്നിൽ ചെന്നാൽ സീത അങ്ങയെ സ്വീകരിക്കില്ലേ എന്നാണ് പറയുന്നത്. ആരാണെന്ന് പറയുന്നത്? രാവണന്റെ മന്ത്രിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. രാമന്റെ വേഷം ധരിച്ച് സീതയുടെ മുന്നിൽ വന്നാൽ സീത അങ്ങയെ വിവാഹം കഴിക്കുമല്ലോ, സുഖമായിട്ട് കഴിയാമല്ലോ. അതിന് രാവണൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എടാ വിഡ്ഢി, അറിയാതെയാണെങ്കിൽ പോലും രാമന്റെ വേഷം ധരിച്ചാൽ പിന്നെ പരസ്ത്രീ ബന്ധം സാധ്യമല്ല, കഴിയില്ല അതിനൊന്നും. അതാണ് രാമന്റെ പ്രത്യേകത. രാമനുള്ളിടത്ത് കാമൻ അടുക്കില്ല എന്നാണ് രാവണൻ പറഞ്ഞത്. രാമൻ എവിടെയാണോ ഉള്ളത് അവിടെ കാമൻ എടുക്കില്ല. അത്രയും ശുദ്ധനാണ് രാമൻ എന്ന്. അപ്പൊ അങ്ങനെയുള്ള രാമന്മാരും ബാലികമാരും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഭാരതത്തിൽ. ഇന്ന് രാമന്റെയും സീതയുടെയും രൂപങ്ങൾ മാത്രമേ ഉള്ളൂ, ഗുണങ്ങളില്ല. അതെല്ലാം നമ്മുടെ കുട്ടികളിൽ നിന്ന് അന്യമായി പോയിരിക്കും. പക്ഷെ അത് അന്യമായി പോകാൻ കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അവരനുഷ്ഠിച്ചില്ല. അത് അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഒരു അപചയം സംഭവിക്കില്ല. നമ്മൾ ഇടക്കാലത്ത് വിദേശത്തേക്ക് നോക്കാൻ തുടങ്ങി, ധനത്തിലേക്ക് നോക്കാൻ തുടങ്ങി, ജോലി പണം എന്നുള്ളതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മറന്നു. എത്ര തന്നെ നമ്മൾ പണം സ്വരൂപിച്ചാലും എന്തെല്ലാം സ്വരൂപിച്ചെടുത്താലും ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു സംസ്കാരം കൂടിയേ തീരും. സംസ്കാരമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ശ്രേഷ്ഠ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ കുടുംബം എന്ന് പറയാൻ പറ്റുള്ളൂ. സംസ്കാരമില്ലെങ്കിൽ അതിന് മൃഗം എന്നാ പറയുക, മൃഗജീവിതം എന്ന് പറയും. പൊതുവെ വേദങ്ങളിൽ മനുഷ്യനെ ജന്തു എന്നാണ് വിളിക്കുന്നത്. മനുഷ്യൻ ജന്തുവാണെന്നാണ്. എന്നാൽ അവൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ, അവൻ്റെ ധാർമ്മിക പ്രവൃത്തിയിലൂടെയാണ് അവൻ മനുഷ്യനായി മാറുന്നത് എന്നാണ്. എന്നാൽ നമ്മളിന്ന് എന്താ ചെയ്തത്? മനുഷ്യനായി ജനിച്ച് മൃഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥാവിശേഷത്തിന് മാറ്റം വരണമെങ്കിൽ അമ്മമാര് കുടുംബസങ്കല്പത്തെക്കുറിച്ച് പഠിക്കണം, മാതൃസങ്കല്പത്തെക്കുറിച്ച് പഠിക്കണം, അമ്മയുടെ മഹത്വം എന്താണെന്ന് പഠിക്കണം, അച്ഛൻ്റെ മഹത്വം എന്താണെന്ന് പഠിക്കണം. ഒരമ്മയ്ക്ക് പകരം വെക്കാൻ പ്രപഞ്ചത്തിൽ മറ്റൊരു ശക്തി ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും മഹത്തരമായിട്ടുള്ളതാണ് അമ്മ. അത് മനസ്സിലാകണമെങ്കിൽ, അമ്മയുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ അമ്മയുടെ കാൽക്കൽ എന്ന ഒരു ഗ്രന്ഥം ഉണ്ട്. വളരെ ചെറിയൊരു ഗ്രന്ഥമാണ്. ഒരു 10-45 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ്. അതില് ആ പുസ്തകം എഴുതിയിട്ടുള്ള ആള് അമ്മയെ പല രീതിയിൽ ഉപമിക്കുന്നു. വായു കാറ്റിനോട് ഉപമിക്കുന്നുണ്ട്, പ്രപഞ്ചത്തോട് ഉപമിക്കുന്നുണ്ട്, സൂര്യനോട് ഉപമിക്കുന്നുണ്ട്. അങ്ങനെ പലതിനോട് ഉപമിച്ച് എന്നിട്ടും അദ്ദേഹത്തിന് മതി വരുന്നില്ല. അമ്മയെക്കുറിച്ച് അദ്ദേഹത്തിന് വർണ്ണിച്ചിട്ട് മതിയാവുന്നില്ല. അവസാനം ഒരു ചെറിയ ഒരു കഥയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരമ്മയുടെയും മകന്റെ കഥ പറയുന്നുണ്ട് അവസാനം അധ്യായത്തിൽ. അതിലാണ് പുസ്തകം അവസാനിക്കുന്നത്. ഒരു അമ്മയും മകനും. ഈ മകന് 1 വയസ്സായപ്പോൾ അച്ഛൻ മരണപ്പെടുന്നു. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഈ അമ്മ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് മകനെ വളർത്തുന്നു. ഒരു ദരിദ്ര കുടുംബമാണ്. 3-4 വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടൊക്കെയാണ് ഈ മകനെ വളർത്തിയെടുത്തത്. മകനെ വളർത്തി അവനെ ഏകദേശം ഒരു 24 വയസ്സായപ്പോൾ
അവൻ ഒരു അഭിസാരിയുമായിട്ട് പ്രണയത്തിലാകുന്നു, ഒരു വേശ്യ സ്ത്രീയുമായിട്ട് പ്രണയത്തിലാകുന്നു. ഒരു ദിവസം ആ വേശ്യ സ്ത്രീ അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിക്കുക. അപ്പൊ അവൻ അവളോട് പറയാണ്, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ് എന്ന്. അപ്പൊ തന്നെ അയാൾ പറയാണ്, അവള് പറയാണ്, വെറുതെ പറയാണെന്ന്, ശുദ്ധ നുണയാണ് എന്ന് പറഞ്ഞു. അല്ല പ്രിയ, നീ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന്. അപ്പോഴും അവള് പറയാൻ നുണയാണെന്ന്. അപ്പൊ ഇവൻ ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഞാനത് തെളിയിക്കേണ്ടത് എന്ന്. അപ്പോഴവള് പറയാണ്, നിങ്ങൾക്ക് എന്നോട് പ്രേമമുണ്ടെങ്കിൽ അത് തെളിയിക്കണം, അത് തെളിയിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പെറ്റമ്മയുടെ തലയറുത്ത് കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴവൻ അങ്ങാടിയിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വെട്ടുകത്തി, നമ്മളെന്താ പറയാ, മടാള എന്താ ഇവിടെ പറയാ, അതൊന്ന് വാങ്ങിച്ച് ഒരു പട്ടു തുണിയും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പോയി അമ്മ മകൻ വരുന്ന കണ്ടപ്പോൾ ഓടിച്ചെന്നു, മകനെ നീ എന്തെങ്കിലും കഴിച്ചോ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്നൊക്കെയാണ് അമ്മ ചോദിച്ചത്. മകൻ അതിനൊന്നും സമയമില്ല. അമ്മ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അമ്മയുടെ ശിരസ് വെട്ടി ആ പട്ടിൽ പൊതിഞ്ഞ് അവൻ ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഒരു മരത്തിന്റെ വേര് തട്ടി അവൻ മറഞ്ഞു വീഴുന്നു. ഉടനെ ആ ജീവസം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ശിരസിൽ നിന്നൊരു ശബ്ദം പുറത്തു വരുന്നു, അയ്യോ ഉണ്ണി, നിനക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന്. അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന, അങ്ങനെ മനസ്സുള്ള ഒരേ ഒരു ജീവനേ ഉള്ളൂ ലോകത്തിൽ. അത് മാതാവിന് മാത്രമേ കഴിയൂ, മറ്റൊരു ശക്തിക്കും അത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള മാതാക്കള് ഇന്ന് മിക്ക സ്ഥലങ്ങളിലും വൃദ്ധസദനങ്ങളിലാണ്. അവരെ നോക്കാൻ പോലും ഇന്ന് മക്കൾക്ക്, പെൺമക്കളായാലും ആൺമക്കളായാലും ഒരു സമയമില്ല. കാരണം അവരവരുടെ വലിയ ലോകത്താണ്. ആ വലിയ ലോകം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു കൊടുത്തതാണ്. ആ വലിയ ലോകത്ത് നിങ്ങളില്ല. അതുകൊണ്ട് അച്ഛൻ, അമ്മ, ഗുരു, രാഷ്ട്രം എന്ന സങ്കല്പം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചാൽ നമ്മുടെ സംസ്കാരം എന്താണെന്ന് അവർക്ക് ബോധ്യമാകും. ആ സംസ്കാരത്തിനനുസരിച്ച് അവർ ജീവിക്കാൻ തയ്യാറാകും. അങ്ങനെ വരുമ്പോൾ മിക്ക അമ്മമാരും ഇന്ന് അനുഭവിക്കുന്ന വ്യഥകൾ അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഞാൻ അനവധി അനാഥാശ്രമങ്ങളിൽ പോകാറുണ്ട് പ്രഭാഷണത്തിന് വേണ്ടി. ഇവിടെ ഗുരുവായൂരിൽ സാന്ദീപനി സാധനാലയം എന്ന് പറഞ്ഞ ഒരു വൃദ്ധസദനമുണ്ട്. 145 അമ്മമാരുണ്ട്. അതിൽ പകുതി ആളുകൾക്കും വിസ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന. അപ്പൊ അവിടെ ഞാൻ പോകുന്ന സമയത്ത് ഒരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് അവരുടെ കൂടെ ചെലവഴിക്കും. അങ്ങനെ പല സ്ഥലത്തും പോകുന്നു. നമ്മൾ പ്രഭാഷണം എന്ന് പറയുന്നത് 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി അവരുടെ കൂടെ കുറെ ഇരുന്ന് കഥകളും പറഞ്ഞ് ചെലവഴിക്കും. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈയെടുക്കണം. നമ്മുടെ കുട്ടികളെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കഥകളായാലും മറ്റേതിലൂടെയായാലും അവരെ പഠിപ്പിച്ച് ആ കുടുംബത്തിൻ്റെ സൗന്ദര്യം, മാതൃത്വത്തിൻ്റെ സൗന്ദര്യം, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുക. നമ്മെ പിടിച്ചു നിർത്തുന്നത് ഈ കുടുംബ സങ്കല്പമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ഭാര്യ ഭർത്തൃ സങ്കല്പം. അതിന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇന്നത്തെ ഭാര്യ ഭർത്തൃ സങ്കല്പത്തില് ഭാര്യ എന്ന സങ്കല്പവും ഇല്ല, ഭർത്താവ് എന്ന സങ്കല്പവും ഇല്ല. അവരുടെ സങ്കല്പത്തിൽ പുരുഷനും സ്ത്രീയും എന്ന സങ്കല്പം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ, ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അത് സെക്സ് അനുഭവിക്കാൻ മാത്രമുള്ള ഒരു ആയുധമാണ് എന്ന ഭാവമാണുള്ളത്. അതിനേക്കാൾ എത്രയോ ഉയർന്ന സങ്കല്പമാണ് ഭാര്യ ഭർത്തൃ സങ്കല്പത്തിൽ ഉള്ളത്. വിദേശ രാജ്യത്ത് ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു വാക്ക് അവർ പറയാറുണ്ട്. എന്താണ് ഭാര്യയ്ക്ക്?
പാർട്ട്ണർഷിപ്പ് എന്ന് പറയും ഇല്ലേ? പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. ഭാരതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് പാർട്ട്ണർഷിപ്പ് അല്ല, അതൊരു വൈകാരിക ബന്ധമാണ്. ഒരുപക്ഷെ അമ്മയെ പോലെ തന്നെ വളർന്ന ഉയർന്ന ഒരു പദമാണ് അവിടെ ഭാര്യയ്ക്കുള്ളത്. കാരണം ഭാര്യയിൽ നിന്നാണ് അമ്മ ഉടലെടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഒരു കുഞ്ഞ് അമ്മയുടെ കാലം കൂടെ ജീവിക്കുന്ന കാലം എത്രയാണ്? അതിനേക്കാൾ എത്രയോ വർഷമാണ് ഒരു ഭർത്താവ് അവളുടെ കൂടെ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡിവോഴ്സ് കൊണ്ടൊന്നും തീർക്കാവുന്ന ഒന്നല്ല. അതിന് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്, കഴുത്തിൽ കെട്ടുന്ന ചരടിന് വെറുമൊരു ചരടെന്നോ അല്ലെങ്കിൽ അതിന് താലി എന്നൊന്നല്ല പറഞ്ഞുള്ളത്. ധർമ്മ പാശം ഇത് നിത്യമോർക്കുവിൻ. അത് ധർമ്മത്തിന്റെ പാശമാണ്, ധർമ്മത്തിന്റെ ചരടാണ്. കുടുംബമാകുന്ന ധർമ്മത്തിന്റെ ചരടാണ് അത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.